വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ വീഡിയോയിൽ വന്നത് ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് ഇതാ 1 ലിറ്റർ പാൽ വേറെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിലേക്ക് ഗ്യാസ് ഇത് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഈ ഇതിലേക്ക് വെച്ച് ഒന്ന് പാൽ കാച്ചിയെടുക്കുക. അപ്പോൾ ഇതിന് ആവശ്യമായത് ഒരു 4 സ്പൂണ് കസ്റ്റർഡ് പൊടിയും വേണ്ടി വരും. അതിപ്പോൾ 4 സ്പൂൺ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൽ തന്നെ നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുക്കാം. കട്ട കൂടാതെ കട്ട ഒന്നും പിടിക്കാതെ നല്ലോണം കലക്കിയെടുക്കാം. തീരെ കട്ട പിടിക്കാൻ പറ്റില്ല. ഇതിവിടെ കലക്കി ഇത് വേണ്ട വെക്കാം. പാലിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മേഡും നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ മിൽക്ക് മേഡില്ല, ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. പാലൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ കസ്റ്റർഡ് പൊടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പാൽ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇതിലേക്ക് വനില ഫ്ലേവറിൻ്റെ കസ്റ്റർഡ് പൊടിയാണിത് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പം അത് വന്നാൽ നമുക്കിതൊന്ന് ഗ്യാസ് ഓഫാക്കാം. ഒന്ന് നല്ലോണം കുറുകി കസ്റ്റർഡ് പൊടിയും പാലും എല്ലാം ഒന്ന് മിക്സായി ഒന്ന് കുറുകി വന്നാൽ നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. നല്ല ടേസ്റ്റ്. ഇപ്പം ചൂടിന് തണുപ്പിച്ചത് ഈ നോമ്പ് കാലത്ത് കഴിക്കാൻ നല്ലൊരു ഡ്രിങ്കാണിത്, ഫ്രൂട്ട് സലാഡ്. അതായത് പാല് നല്ല കുറുകി വരുന്നുണ്ട്. ഇത് അടുക്കി പിടിക്കുക കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അടുക്കി പിടിക്കാണ്ട് ഒന്ന് തിള വന്നാൽ ഇത് അടുത്ത ഇതിലേക്കുള്ള സ്റ്റെപ്പാണിത്. ഇത് നമുക്കിതാ സാബൂനരി ചവ്വരി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് ഈ അരി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെള്ളം ഗ്യാസിനൊന്ന് വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നാൽ അരിയിട്ട് ഒന്ന് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. സാബൂനരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഇതിനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേകുന്നവരെ അതിൻ്റെ ഈ കളറ് മാറുന്നവരെ ഒന്ന് വേവിക്കാം. ഈ വെള്ള കളറ് മാറുന്നവരെ ഒന്ന് വേവിക്കാം. കസ്റ്റർഡ് മിൽക്ക് ഇവിടെ റെഡിയായിട്ട് തണുത്തിട്ട് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തത് ഒരു ആപ്പിളും അനാറും മാത്രമാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഴം അങ്ങനെ എന്താ ഉള്ള പൈനാപ്പിൾ എല്ലാം ഇടാം. നമുക്കിപ്പോൾ ഇതാണ് ഇഷ്ടം, അതുകൊണ്ട് ഈ 2 ഫ്രൂട്ട്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആപ്പിൾ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
പിന്നെ ഇതാ അനാറ് ഇവിടെ എന്താ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ കാഷ്നട്ട് അണ്ടിപ്പരിപ്പ്, അതും ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ നിങ്ങൾ കാണിച്ച ഇതാ ഈ ചവ്വരി ഞാൻ വേവിച്ച് വെച്ചതാണ്, ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം തണുപ്പിച്ച കസ്റ്റേർഡും പാലും കൂടിയിട്ടുള്ള തണുപ്പിച്ചതാണ്. അപ്പോൾ ഇനി തണുക്കണ്ടെങ്കിൽ ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിപ്പം കറക്റ്റാണ്. പിന്നെ ഇതിപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം ചൂടല്ലേ, ചൂട് കാലത്ത് ഇത് തണുപ്പ് വേണമെന്നല്ല ഇപ്പം അധികം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പം നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് കഴിക്കാം. ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇപ്പം നമ്മളെ കസ്റ്റേർഡ് മിൽക്കും ഫ്രൂട്ട്സും മിക്സ് ആക്കിയതാ ഫ്രൂട്ട്സിലാവില്ല ഇതിവിടെ റെഡിയായി വെച്ചിട്ട്. അപ്പം ഇതേപോലെ നിങ്ങളെ ഉണ്ടാക്കാം. നല്ല ചൂട് കാലത്തൊക്കെ നല്ല തണുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണത്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.